ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 16 മുതൽ 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. ഇതെങ്ങനെയാണ് ബോക്സിൽ നിന്നും നമ്മൾ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി കാണുക കേട്ടോ. അപ്പം ആരൊക്കെയാണ് പെർമനൻറ്റ് നമ്പേഴ്സ്, ഏതൊക്കെയാണ് ടെമ്പററി ഫ്രണ്ട്സ്, ഏതൊക്കെ നമ്പേഴ്സിനെയാണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ രസകരമായിട്ട് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും പരിചയക്കാർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ധനലക്ഷ്മി ടീച്ചർ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളിയിൽ അല്പം കാര്യം, വിശ്രമവേളകൾ ആനന്ദകരമാക്കണ്ടേ? അതിലേക്കായി ഇന്ന് ഇതാ 16 മുതൽ 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പം മുൻപ് നമ്മൾ 1 തൊട്ട് 5 വരെയും 6 തൊട്ട് 10 വരെയും അതുപോലെ തന്നെ 11 തൊട്ട് 15 വരെയുള്ള 3 വീഡിയോസായിട്ട് മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 16 മുതൽ 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഇമേജിൽ നിന്നും ബോക്സിലേക്കും ബോക്സിൽ നിന്നും ടേബിളിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബോക്സിൽ നിന്നും നമ്മൾ നേരിട്ട് ടേബിളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഏത് നമ്പറാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് അറിയണം. അത് ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അവരുടെ പെർമനൻറ്റ് നമ്പേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ടെമ്പററി ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ചില സ്ഥലത്ത് വരുമ്പോഴേക്കും നമുക്ക് ചില നമ്പേഴ്സിനെ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ബോക്സിലൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. അടുത്ത് വരുന്ന വീഡിയോകളിലും ഇതുപോലെ നല്ല മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമ്മൾ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ 1 തൊട്ട് 15 വരെയുള്ള ടേബിൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? 1 തൊട്ട് 10 വരെയുള്ള ടേബിളിൽ നമ്മൾ ഇമേജിൽ നിന്ന് നമ്മൾ ടേബിൾ ചെയ്യാനാണ് പഠിച്ചത്. 11 തൊട്ട് 15 ആയപ്പോഴേക്കും നമ്മൾ ഇമേജിൽ നിന്നും ബോക്സിലേക്കും ബോക്സിൽ നിന്നും നമ്മൾ ടേബിളിലേക്ക് ക്രിയേറ്റ് ചെയ്യാനും പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ 16 തൊട്ട് 20 വരെ പഠിക്കുന്ന ടേബിളിൽ ഞാൻ ബോക്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ബോക്സിൽ നിന്നും നമ്മൾ നേരെ ടേബിളിലേക്കാണ് പോകുന്നത്. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് നമ്പറിൻ്റെ ആണോ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അത് ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ എന്നുള്ളത് നമ്മൾ ഓർമ്മയിൽ വേണം. ഓഡ് നമ്പറോ അല്ലെങ്കിൽ ഈവൻ നമ്പറോ ആണെങ്കിൽ അവർക്ക് വേണ്ടുന്ന ബേസ് നമ്പേഴ്സ് ഏതൊക്കെയാണ് ടെമ്പററി ഫ്രണ്ടായിട്ട് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ നമ്പേഴ്സിനെ നമ്മൾ മാറ്റി നിർത്താൻ പോകുന്നത്, സ്കിപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും നമ്മുടെ ഓർമ്മയിൽ വേണം. എങ്കിലേ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ബോക്സിലേക്ക് തന്നെ ഇന്ന് ഞാൻ ബോക്സ് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. നോക്കിക്കോളൂ, ഈ 16 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ? ഇതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ അത് 60 നിന്നും സ്റ്റാർട്ട് ചെയ്ത് 160 വന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0, 2, 4, 6, 8. കാര്യം ഇതൊരു ബോക്സ് ആണ്. ഈ ബോക്സിനകത്താണ് എഴുതുന്നത്. 0, 2, 4 കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് വന്നു ആ ബോക്സിൻ്റെ 6, 8. ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ എക്സിറ്റ് വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വേറൊരു ബോക്സ് താഴെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്ന് വെച്ചാൽ 0, 2, 4, 6, 8. വീണ്ടും അവിടെ പെർമനൻറ്റ് നമ്പേഴ്സിനെ നമ്മളവിടെ ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ ടെമ്പററി ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആരൊക്കെയാണ് ടെമ്പററി നമ്പേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ 0 തൊട്ട് 16 വരെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, നമുക്ക് ഇവിടുന്ന് ചെയ്ത് തുടങ്ങാം. 0, 1 ഇവിടെ ബ്രേക്കായി, അതുകൊണ്ട് നമ്മൾ 2നെ ഇവിടെ അങ്ങ് കളഞ്ഞു. അടുത്തത് ഇവിടെ 3, 4, 5നെ നമ്മളിവിടെ കളഞ്ഞു. ദെൻ 6 ഇവിടെ ഒന്നുമില്ല, ബ്രേക്കായി, അതുകൊണ്ട് നമ്മൾ 7നെ കളഞ്ഞു. ഇവിടെ നമ്മൾ അടുത്ത ബോക്സിലേക്ക് വന്നു. ഇവിടെ നമ്മൾ 8, 9, 10നെ കളഞ്ഞു. 11, 12, 13നെ കളഞ്ഞു. ദെൻ 14,
ഇവിടെ പിന്നെ ബ്രേക്കായി, അതുകൊണ്ട് 15 കളഞ്ഞു. ദെൻ 1 6 60. ഇവിടെ നമ്മൾ 16 എഴുതി. നോക്കിക്കോളൂ ടേബിൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. 16 into 1 16, 16 2s are 32, 16 3s are 48, 16 4s are 64, 16 5s are 80, 16 6s are 96, 16 7s are 112, 16 8s are 128, 16 9s are 144, 16 10s are 160. കണ്ടോ നമുക്ക് ടേബിളിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കിക്കോളൂ. ഇവിടെ 0 16 32 48 64 80 96 112 128 144 and 160. ദാ ടേബിൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ബോക്സിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിനി അടുത്ത 17 എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 17 ടേബിളായി. അപ്പോൾ ഇവിടെ നമ്മൾ 17 എന്നുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ നമ്പർ അതൊരു ഓഡ് നമ്പറാണ്. അതിന് ഏതൊക്കെയാണ് ബേസ് നമ്പേഴ്സ് വരുന്നത്, ഏതൊക്കെയാണ് നമ്മൾ ടെമ്പററി ആയിട്ട് എടുക്കുന്നത്, ആരെയൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെ നമ്പേഴ്സിനെയാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. 17ൻ്റെ ടേബിൾ നമ്മൾ നോക്കണം. ഇതൊരു ഓഡ് നമ്പറാണ്. അതുകൊണ്ട് ബേസ് വരുന്നത് നമ്മുടെ ഈ 17 കുറച്ച് വ്യത്യാസപ്പെട്ടാണ്. കാര്യം രണ്ടും കൂടെ മിക്സായാണ് വരുന്നത്. ദാറ്റ് ഈസ് ഓഡ് നമ്പറാണ്. ഇവിടെ 1 3 5 ബേസ് നമ്പേഴ്സ് 1 5 3 എന്നുള്ളത് ഓഡ് നമ്പറാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് ഓഡ് നമ്പേഴ്സാണ് വരുന്നത്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ 6 8 10 ആണ് എൻ്റെ ബേസ് നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈവൻ നമ്പേഴ്സ്. അടുത്തത് 11 13 15 എന്നുള്ളത് നമുക്ക് ഓഡ് നമ്പേഴ്സാണ് ബേസ് ആയിട്ട് വരുന്നത്. ഇത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ ടെമ്പററി ആയിട്ട് എടുക്കാൻ പോകുന്ന ആരൊക്കെയാണെന്ന് നോക്കാം. ടെമ്പററി ഫ്രണ്ട്സ് ആയിട്ട് എടുക്കുന്നതും ടെമ്പററി ഫ്രണ്ട് ആയിട്ടുള്ള 1നെ നമ്മൾ ഇവിടെയാണ് വെക്കാൻ പോകുന്നത്. 1 ഇവിടെ 2 ദെൻ ഇവിടെ 3. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിലത്തെ ബോക്സായ 4 5 ദെൻ 6, പിന്നെ അടുത്തത് 7 8 9. ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ 17 34 51 68 85 102 119 136 153 and 170. 17ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 170ൽ വന്ന് ഫിനിഷ് ആവുന്നു. നമുക്ക് ടേബിൾ നോക്കാം. 17 into 1 17, 17 2s are 34, 17 3s are 51, 17 4s are 68, 17 5s are 85, 17 6s are 102, 17 7s are 119, 17 8s are 136, 17 9s are 153, 17 10s are 170. അപ്പോൾ ദാ 17ൻ്റെ ടേബിളും റെഡി ആയില്ലേ? ഇനി അടുത്ത് നമുക്ക് 18ൻ്റെ ടേബിൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 18ൻ്റെ ടേബിളിൽ നോക്കിക്കോളൂ. 18 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പറാണ് അല്ലേ? അപ്പോൾ 18 സ്റ്റാർട്ട് ചെയ്തിട്ട് 180ൽ വന്ന് ഫിനിഷ് ആവുന്നു. അതുപോലെ ഇതെന്ന് പറയുന്നത് നമ്മുടെ പെർമനൻറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് 18ൽ വരുന്നത്. അതായത് ഈവൻ ഓഡ് നമ്പേഴ്സും ഉണ്ട്, ഈവൻ നമ്പേഴ്സും നമ്മൾ ബേസ് ഫോം ആയിട്ട് എടുക്കുന്നുണ്ട് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമുക്ക് ഓഡ് നമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. 1 3 5 7 9. അവിടെ അത് ഫിനിഷായി കഴിഞ്ഞിട്ട് അടുത്ത ബോക്സിനകത്ത് വരുന്നത് ഈവൻ നമ്പേഴ്സാണ്. ദാറ്റ് ഈസ് 10 9 കഴിഞ്ഞ അടുത്ത നമ്പർ 10 12 14 16 18. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് അതിൻ്റെ ടെമ്പററി നമ്പേഴ്സ് ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇവിടുന്ന് താഴേന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ രണ്ട് ബോക്സ് ആയിട്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേഗം മനസ്സിലാകാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് എന്താണ്, നമ്മൾ 8 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് 0 2 4 6 8 ആണ് നമ്മളിവിടെ ടെമ്പററി ഫ്രണ്ടായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് താഴേന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 0 2 4 6 8. അതുപോലെ തന്നെ ഇവിടെയും 0 2 6 0 0 2 4 6 8. എളുപ്പമായി. ഇവിടെ നിന്ന് നമ്മൾ താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നോക്കിക്കോളൂ. 18 36
54, 72, 90, 108, 126, 144, 162, 180. അപ്പോൾ 18ൻ്റെ ടേബിൾ നോക്കാം നമുക്ക്. 18 into 1, 18, 18 2s are 36, 18 3s are 54, 18 4s are 72, 18 5s are 90, 18 6s are 108, 18 7s are 126, 18 8s are 144, 18 9s are 162, 18 10s are 180. അപ്പോൾ ദാ 18ൻ്റെ ടേബിളുമായി. ഇനി 19ൻ്റെ വളരെ എളുപ്പമാണ്. നമുക്ക് നോക്കാം 19ൻ്റെ എങ്ങനെയാണ് ചെയ്യാൻ പോണേന്നുള്ളത്. 19 എന്ന് പറയുന്ന നമ്പർ എന്താണ്? നമുക്ക് അതൊരു ഓഡ് നമ്പർ ആണല്ലേ. അപ്പോൾ ഓഡ് നമ്പർ ആകുമ്പോൾ ഏതൊക്കെ പെർമനൻറ്റ് നമ്പേഴ്സ് വേണം, ഏതൊക്കെ ടെമ്പററി നമ്പേഴ്സ് വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 18ൽ ഒരു നമ്പറിനെ സ്കിപ്പ് ചെയ്തില്ല. 19 നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നോക്കിക്കോളൂ, 19 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ഓഡ് നമ്പർ ആണ്. അപ്പോൾ നമ്മൾ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത് നോക്കിക്കേ, 1 3 5 7 9 11 13 15 17 and 19 അതുവരെയുള്ള നമ്പേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവർക്ക് ഉപയോഗിക്കാൻ പോകുന്ന ടെമ്പററി നമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 0 1 2 3 4 5 6 7 8 9 19 38 57 76 95 114 133 152 171 190. നമുക്ക് ടേബിൾ നോക്കിയാലോ. 19 into 1 19, 19 2s are 38, 19 3s are 54, 19 4s are 76, 19 5s are 95, 19 6s are 114, 19 7s are 133, 19 8s are 152, 19 9s are 171, 19 10s are 190. ഇനി നമ്മൾ 20യുടെ ടേബിൾ നോക്കാം. അത് ഭയങ്കര ഈസിയാണ് കേട്ടോ. നമുക്ക് 20യുടെ ടേബിളിലേക്ക് പോവാം. 20യുടെ ടേബിൾ വളരെ എളുപ്പമാണ്. 20 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പർ ആണല്ലോ അല്ലേ? ഈവൻ നമ്പർ ആണ്. അപ്പം നമുക്ക് ബേസ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. 2 4 6 8 10 12 14 16 18 and 20. ഇതിൻ്റെ ഒക്കെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 0 ഫ്രണ്ടിനെ അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ഒന്നിനും സ്കിപ്പ് ചെയ്യണ്ട. നമുക്ക് ഒരു നമ്പറിനെയും കളയണ്ട. എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ഓരോ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 20യുടെ ടേബിൾ റെഡി. കണ്ടോ? എല്ലാ ടേബിളിനെക്കാട്ടിലും 10ഉം 20 ആണ് ഏറ്റവും എളുപ്പം അല്ലേ? 0 ഇട്ട് കൊടുത്താൽ മതിയല്ലോ. നോക്കൂ, 20 40 60 80 100 120 140 160 180 200. നമുക്ക് ടേബിൾ നോക്കാം. 20 into 1 20, 22s are 40, 23s are 60, 24s are 80, 25s are 100, 26 are 120, 27s are 140, 28s are 160, 29s are 180, 2010s are 200. അപ്പോൾ നമ്മൾ 16 മുതൽ 20 വരെയുള്ള ടേബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ 19ഉം 20ഉം ടേബിളിൽ നമ്മൾ ഒരു നമ്പറിനെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള നമ്പേഴ്സിനൊക്കെ കുറച്ച് നമ്പേഴ്സ് നമ്മൾ സ്കിപ്പ് ചെയ്തു. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, രസാവഹമായിട്ട്. കാര്യം നമ്മൾ എപ്പോഴും ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് നമ്മൾ ചിന്തിക്കാനും കുറച്ച് വ്യത്യാസമായിട്ട് പഠിക്കാനും വേണ്ടിയിട്ടാണ് ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. എന്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതും പുതിയ അഭിരുചികൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ടേബിൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ 1 to 5, then 6 to 10, then 11 to 15ൻ്റെ ടേബിൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിനൊന്നും കൂടെ ഒന്ന് കണ്ടിട്ട് ഈ ഒരു ഇതിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടിത് മനസ്സിലാവും. എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ അമ്മമാരും എല്ലാ ടീച്ചേഴ്സും ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. കുഞ്ഞുങ്ങളെല്ലാവരും വളരെ വ്യത്യസ്തമായിട്ട് പഠിച്ച് എപ്പോൾ ഉള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് കുഞ്ഞുങ്ങളെ പഠിക്കുകയും വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് രസമുണ്ടാകുന്നത് ക്ലാസ്സിലേക്ക്. കുട്ടികൾക്ക് കൂടുതൽ പഠനം ഇൻട്രസ്റ്റ് ആവാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്യൂ കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വേഗം വരാം കേട്ടോ.